വെള്ളിയാഴ്ച ബജറ്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ പുതുമുഖങ്ങൾ ഉൾപ്പെടെയുള്ള നിയമസഭാ സാമാജികർക്ക് ഇന്നും നാളെയും പരിശീലന പരിപാടി. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള ഇടമായി സഭയെ കാണണമെന്ന് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വാർത്താ പ്രാധാന്യത്തിനായി സഭയുടെ അന്തസ്സിന് കോട്ടം തട്ടുന്ന രീതിയിൽ നിയമസഭാ സാമാജികർ പ്രവർത്തിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 71 അംഗങ്ങളാണ് 16ാം കേരള നിയമസഭയിലെ പുതുമുഖങ്ങൾ. ഇവരുൾപ്പെടെയുള്ള സാമാജികർക്ക് സഭാ നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുന്നതിനാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന പഠന ക്ലാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിയോഗമായി പുതിയ അംഗങ്ങൾ നിയമസഭാ അംഗത്വത്തെ കാണണമെന്ന് മുഖ്യമന്ത്രിയുടെ ഉപദേശം. ശ്രദ്ധയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാക്കാൻ ഒക്കെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് നമുക്കിത്. ബില്ലുകളിലെ ബ്യൂറോക്രാറ്റിക് സ്വഭാവം മാറ്റി പൊതു സ്വീകാര്യമാക്കാൻ സഭാ അംഗങ്ങളാണ് ജാഗ്രത പുലർത്തേണ്ടതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. MLA-മാരെ പോലെ സഭയിൽ സാന്നിധ്യമുണ്ടാകേണ്ടതിന് മന്ത്രിമാരും പ്രാധാന്യം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ്. ഇന്നത്തെ കാലത്ത് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം, സ്വാഭാവികമായി വാർത്താ പ്രാധാന്യം കിട്ടാൻ എല്ലാവരും ശ്രമിച്ചു എന്ന് വരും. പക്ഷേ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി സഭയുടെ അന്തസ്സിന് കോട്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ എങ്ങനെ കൂട്ടിയിണക്കി നിയമസഭയിൽ എത്തിക്കാമെന്ന പാഠം സഭയിലെ അനുഭവത്തിലൂടെ പുതിയ സാമാജികർ ആർജിക്കണമെന്ന് സ്പീക്കറുടെ ഉപദേശം. ജനകീയ പ്രശ്നങ്ങൾ നമുക്ക് ജനപ്രതിനിധി സഭയിലെ പറയാൻ പറ്റൂ. അത് ശക്തമായും വ്യക്തമായും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇതിൻ്റെ മുമ്പിൽ എത്തിച്ചാലുള്ള ഗുണം സ്വാഭാവികമായും നമ്മൾക്കും സ്വയം ശക്തി പ്രാപിക്കാൻ കഴിയും. നമ്മളെ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊരു വിശ്വാസ്യത വളർത്തിയെടുത്തുകൊണ്ടുവരാനും കഴിയും. ഇപ്പോൾ സഭയിലില്ലാത്ത എന്നാൽ മികച്ച പാർലമെന്റേറിയന്മാർ എന്ന് പേരെടുത്ത MP രാജേഷ്, P രാജീവ്, KK ശൈലജ, VS സുനിൽകുമാർ തുടങ്ങിയ ഇടതു നേതാക്കളും MLA-മാർക്ക് ക്ലാസ് എടുക്കും. PK കുഞ്ഞാലിക്കുട്ടി, K രാജൻ എന്നിവരും സഭാരീതികൾ വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.